രണ്ടും ചേർത്ത് വെച്ച് പരിഗണിക്കുന്നവർക്ക് പ്രകടമായ വ്യത്യാസം കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജാമ്യം കൊടുത്തിരിക്കുന്നത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആദ്യത്തെ പീഡന കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുമുണ്ട്. അപ്പം ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങി നടക്കാം എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ശ്രീത് പറഞ്ഞ പോലെ ആലോചിക്കുമ്പോൾ കോടതിക്കെതിരെ ആർക്കും ഒരു പരാതിയുമില്ല. കോടതിക്കെതിരെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനത്തിനിരയായവർക്ക് വേണ്ടി എങ്ങുനിന്നും ഒരു മുറവിളിയും ഉയരുന്നില്ല എന്നുള്ളതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ദിലീപിനെതിരെ ഉണ്ടായ ആരോപണത്തെക്കാളും ഒരുപക്ഷെ കുറച്ചുകൂടി ഏറ്റവും അടുത്ത ആളുകൾക്കിടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലാത്ത പോലുള്ള ഇതാണ് കുറേ ഓഡിയോ റെക്കോർഡുകളൊക്കെ കേട്ടത്. ആ ഒരു അതിജീവിത പരാതിക്കാരിയായ യുവതിയുടെ കരച്ചിലാണ് യഥാർത്ഥത്തിൽ. അത് ബലാത്സംഗവും പിന്നീട് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിൽ അബോർഷൻ്റെ കാര്യത്തിൽ ഉള്ള ഓഡിയോ ഒക്കെയാണ് അവർ തമ്മിലുള്ള സംസാരത്തിൻ്റെ രേഖകളാണ് പുറത്തു വന്നത്, ശബ്ദരേഖയാണ് പുറത്തു വന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ കേട്ടാൽ വളരെ കഷ്ടം തോന്നി, വളരെ നികൃഷ്ടവും നീചവുമായിട്ടാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നാവുന്ന ഒന്നാണ്. അതനുസരിച്ചാണ് പോലീസിന്റെ കേസും വന്നത്. ഈ രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴിയും സമാനമാണ്. ഒരേ മോഡസ് ഓപ്പറാൻഡി, ഒരേ തരത്തിലുള്ള അതിക്രമം ഒക്കെയാണ് ഇതിന് വെളിവാകുന്നത്. അതിൽ കുട്ടികളുണ്ടാകണമെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്ത ശേഷം പീഡനം, അത് തന്നെ എത്ര വലിയൊരു ചതിയാണെന്ന് ആലോചിക്കുക. എന്നാൽ അതിനോട് പൊതുസമൂഹം പ്രതികരിക്കുന്നത് ഏത് തരത്തിലാണ്? മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ ദിലീപിന്റെ കേസിൽ ദിലീപ് എല്ലാവരും സെലിബ്രിറ്റീസ് ആയിരുന്നത് കൊണ്ടുണ്ടായ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ അതിനകത്ത് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ സാഹചര്യത്തിൽ പോലീസും മാധ്യമങ്ങളും ചേർന്നുണ്ടാക്കിയ ഒരു പൊതുബോധമാണ് കോടതിയെ അല്ലെങ്കിൽ അവർക്കെതിരെ പറയുന്നവരെ അല്ലെങ്കിൽ ദിലീപിന്റെ ഭാഗം പറയുന്നവരെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് തന്നെ പറയണം.